ഹായ്, സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ചെറുതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ടോപ്പിക്കാണ്. വെർബുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗമാണിത്. വളരെ ചെറുത് എന്ന് ഞാൻ പറയാൻ കാരണം വെർബുകളുടെ പഠനം 1, 2, 3 ക്ലാസ്സുകൾ കൊണ്ട് കഴിയുന്നതല്ല. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റുമായി ഏറെ ബന്ധമുള്ള റെഗുലർ ആൻഡ് ഇറഗുലർ വെർബുകളെയാണ്. ഈ ഉദാഹരണങ്ങൾ നോക്കൂ. എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് അല്ലെ? റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് റോട്ട് എന്നാണ്. റോട്ട്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിള് റിട്ടൺ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പോകുക എന്നുള്ളതിന്റെ വെർബ് ഗോ അല്ലെ? അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ഗോൺ. മറ്റൊരു വാക്ക് നോക്കൂ. ഡ്രിങ്ക്, കുടിക്കുക. ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രാങ്ക്. ഇനി വായിക്കുക, റീഡ്. പാസ്റ്റ് ടെൻസ് റെഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിള് റെഡ്. ഇനി ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ലെറ്റ്, പുട്ട്, കട്ട്. ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇത് പ്രസന്റിൽ ഇപ്പോൾ നടക്കുന്നതാണോ, പാസ്റ്റിൽ കഴിഞ്ഞു പോയതാണോ, വരാൻ പോകുന്നതാണോ എന്നെങ്ങനെ തിരിച്ചറിയും? അത് ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ഇവയുടെ പ്രസന്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്കൂ. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. കട്ട്, കട്ട്, കട്ട്. ആൻഡ് പുട്ട്, പുട്ട്, പുട്ട്. ഓക്കെ. ഈ വാക്കുകളെല്ലാം ഒന്ന് നോക്കൂ. അവയുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചിലതിനൊക്കെ ചെറിയ ചെറിയ ബന്ധങ്ങൾ കാണാം അല്ലെ? ഈ വാക്കുകളെ പാസ്റ്റ് ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ആക്കി മാറ്റുമ്പോൾ അവ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. ചില വാക്കുകൾക്ക് ചെറിയ ബന്ധമുണ്ടാകാം. ചില വെർബുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ബന്ധവും തോന്നില്ല. അതേസമയം ചില വെർബുകൾ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും. സ്പെല്ലിംഗ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഉച്ചാരണം വ്യത്യസ്തമായിരിക്കും. ഇത്തരം വെർബുകളെ ഇറഗുലർ വെർബുകൾ എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇറഗുലർ വെർബുകൾക്ക് ഒരു ഏകീകൃത സ്വഭാവം ഇല്ല. ഇനി ഈ വാക്കുകൾ നോക്കൂ. ഡിസൈഡ്, തീരുമാനിക്കുക അല്ലെ? തീരുമാനിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആക്കാൻ ഡിസൈഡഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും ഡിസൈഡഡ്. ഇനി കാത്തിരിക്കുക. കാത്തിരിക്കുക വെയിറ്റ്. അതിന്റെ പാസ്റ്റ് ടെൻസ് വെയിറ്റഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും വെയിറ്റഡ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക അല്ലെ? അതിന്റെ പാസ്റ്റ് ടെൻസ് സ്റ്റഡീഡ് എന്നാണ്. സ്റ്റഡീഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്റ്റഡീഡ് എന്നാണ്. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതിലെ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? എന്തെങ്കിലും സാമ്യമുണ്ടോ? ഉണ്ട് അല്ലെ? എന്താണത്? പ്രസന്റ് ഫോമിന്റെ കൂടെ ചില വാക്കുകളിൽ ഡി എന്ന ഒരു അക്ഷരം ചേർത്താൽ മാത്രം മതിയാകും. പാസ്റ്റ് ടെൻസും കിട്ടും, പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടും.
എന്നാൽ ചില വാക്കുകളുടെ പ്രസന്റ് ഫോമിന്റെ കൂടെ ഇ ഡി എന്നിങ്ങനെ രണ്ടക്ഷരങ്ങൾ ചേർക്കണം. അപ്പോൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കിട്ടും. എന്നാൽ ചില വാക്കുകളിൽ ഐ ഇ ഡി എന്നിങ്ങനെ മൂന്നക്ഷരങ്ങൾ ചേർക്കേണ്ടി വരുന്നു. ഐ ഇ ഡി ചേർക്കുമ്പോൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം വാക്കുകളുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ രീതിയിൽ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാൻ കഴിയുന്നു എങ്കിൽ അത്തരം വെർബുകൾക്ക് പറയുന്ന പേരാണ് റെഗുലർ വെർബുകൾ. ഓക്കെ, എല്ലാത്തിനും ഒരേ നിയമം ബാധകമാണ്. അതാണ് റെഗുലർ വെർബിന്റെ പ്രത്യേകത. റെഗുലർ വെർബുകളെ പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ ആക്കാൻ എളുപ്പമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ചില വാക്കുകളോട് ഡി എന്നൊരക്ഷരം മാത്രം ചേർത്താൽ മതിയാകും. പാസ്റ്റ് ടെൻസും ആകും, പാസ്റ്റ് പാർട്ടിസിപ്പിളും ആകും. എന്നാൽ ചില പ്രസന്റ് ഫോമുകളോട് ഇ ഡി ചേർക്കണം. ഇ ഡി ചേർത്താൽ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടും. ഇനി ചില വാക്കുകളോട് ഐ ഇ ഡി മൂന്നക്ഷരങ്ങൾ ചേർക്കണം. എന്നാൽ മാത്രമേ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടുകയുള്ളൂ. ഉദാഹരണങ്ങൾ മുൻപ് പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ട്. വെർബുകളുടെ പഠനം വളരെ വിശാലമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതുതരം വാക്കുകളിലാണ് ഡി ചേർത്ത് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുക? ഇ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുക. ഐ ഇ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുക എന്നുള്ളതിനെല്ലാം ഓരോ നിയമങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുന്ന വേളയിൽ വിശദമായി പഠിക്കാം. ഓക്കെ, റെഗുലർ വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതേസമയം ഇറഗുലർ വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് മനഃപ്പാഠമാക്കണം. കാണാതെ പഠിച്ചോളൂ കേട്ടോ. ഏറ്റവും നന്നാവുക അതാണ്. എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാകും. അതേസമയം റെഗുലർ വെർബ് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വെർബുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വിശാലമായിട്ട് പഠിക്കാനുണ്ട്. പല ടൈപ്പ് വെർബുകളുണ്ട്. ആ വെർബുകളെ കുറിച്ചൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. അപ്പോൾ ഇറഗുലർ വെർബ്, റെഗുലർ വെർബ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.